സെവൻത് സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ലെസണായ വസന്ത് കാ ആഗമൻ എന്ന ലെസൺ നോക്കാം. ടെക്സ്റ്റ് എടുത്തോളണം, അതിൻ്റെ പിക്ചേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. ഈ ലെസൺ ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ദ സെൽഫിഷ് ജയൻറ്റ് എന്ന് പറയുന്ന സ്റ്റോറിയെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. വസന്ത് കാ ആഗമൻ എന്നാണ് ലെസണിൻ്റെ പേര്. വസന്ത് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസൺ, സ്പ്രിംഗ് സീസണിൻ്റെ വരവ് എന്നാണ് ലെസണിൻ്റെ മീനിങ്. ഏക് നഗർ മേ ഏക് ബഗീച്ച ഥ, ഒരു സിറ്റിയിൽ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. വ ബഡാ സുന്ദർ ഓർ ഹരാ ഭരാ ഥ, അത് വളരെ ബ്യൂട്ടിഫുള്ളും അതോടൊപ്പം മൊത്തം നല്ല പച്ചപ്പുള്ളതും നല്ല ഗ്രീനറി ഉള്ളതും ആയിരുന്നു. അതായത് ആ ഗാർഡനിൽ ധാരാളം ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഉസ് ബഗീച്ചയ്ക്ക് ഷാൻ ഥേ ആടു കെ കുച്ച് പേട്, ആ ഗാർഡനിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഷാൻ എന്ന് പറഞ്ഞാൽ അഭിമാനം. ആ ഗാർഡനിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത്, അതിൻ്റെ ആ പ്രത്യേകത എന്ന് പറയുന്നത് ആടു കെ കുച്ച് പേട്. ആടു എന്ന് പറഞ്ഞാൽ പീച്ച്, ആ പീച്ചിൻ്റെ കുറച്ച് വൃക്ഷങ്ങളാണ് അവയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ജോ സദാ സിർ ഉഠായേ ഖടേ രഹത്തെ ഥേ, ആ വൃക്ഷങ്ങളെല്ലാം തല ഉയർത്തി അഭിമാനത്തോടെ അങ്ങനെ നിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഋതുരാജ് വസന്ത് കെ ആത്തേ ഹി വേ വൃക്ഷ ഫൂലോൻ സെ ലദ് ജാത്തെ, ഋതുക്കളുടെ രാജാവായ, സീസൺസിൻ്റെ രാജാവായ വസന്തകാലം വരുമ്പോഴത്തേക്കും ആ വൃക്ഷങ്ങൾ പൂക്കൾ കൊണ്ട് നിറയുന്നു. കുച്ച് ദിൻ ബാദ് വേ ഫൂൽ ഫൽ ബൻ ജാത്തേ ഹെ, കുറച്ച് ദിവസങ്ങൾക്കകം ആ വന്ന പൂക്കളെല്ലാം ഫ്രൂട്ട്സായിട്ട് മാറുന്നു. ബഗീച്ചയ്ക്ക് പാസ് ഹി പാഠശാല ജാനേക്ക രാസ്ത ഥ, അപ്പോൾ ഈ ഗാർഡൻ്റെ അടുത്ത് തന്നെ സ്കൂളിലേക്ക് പോകുന്ന ഒരു വഴിയും ഉണ്ടായിരുന്നു. പാഠശാല സെ ലൗട്ടെ സമയ് ബच्चे അക്സർ ബഗീച്ചെ മേ ഘുസ് ജാത്തെ, പാഠശാല എന്ന് പറഞ്ഞാൽ സ്കൂള്. അപ്പോൾ സ്കൂളിൽ നിന്നും ലൗട്ന എന്ന് വെച്ചാൽ തിരിച്ചു വരിക. അപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമല്ല, തിരിച്ചു വരുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? എപ്പോഴും അക്സർ ഓൾവേസ് ബഗീച്ചെ മേ ഘുസ് ജാത്തെ, ആ പൂന്തോട്ടത്തിലേക്ക് അങ്ങ് കയറുന്നു. ഈ ഹരി ഖാസ് പർ ഖേൽത്തെ കൂത്തെ ഓർ റസ്ദാർ ആടുവോ കാ സ്വാദ് ലേത്തെ, ആ പച്ചപ്പ് നിറഞ്ഞ ഖാസ് പർ, ഖാസ് എന്ന് വെച്ചാൽ പുല്ല്. അപ്പോൾ ആ പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നല്ല പച്ച പുല്ല് നിറഞ്ഞ ആ തോട്ടത്തിൽ കുട്ടികൾ കളിക്കുകയും തുള്ളിച്ചാടുകയും അതോടൊപ്പം രസ്ദാർ ആടുവോ കാ സ്വാദ് ലേത്തെ, ആ പീച്ചിൻ്റെ ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യുന്നു. പിന്നെ കോയി രോക്കിനെ വാലാ നഹീഥ, അവരെ തടഞ്ഞു നിർത്താൻ, അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ അവിടെ ആരും ഇല്ലായിരുന്നു. ഏക് ദിൻ ദോപഹർ കെ സമയ് ബच्चे റോസ് കി തരഹ് ബേധടക് ബഗീച്ചെ മേ ആകുസെ, ഒരു ദിവസം ദോപഹർ എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്ത് കുട്ടികൾ എല്ലാ ദിവസത്തെയും പോലെ ഒരു പേടിയുമില്ലാതെ, ബേധടക്കിൻ്റെ മീനിങ് ആണ് ഫിയർലെസ്, പേടിയില്ലാതെ എന്ത് ചെയ്തു? ബഗീച്ചെ മേ ജാകുസെ, ആ പൂന്തോട്ടത്തിലേക്ക് കയറി. വേ അപ്പിനി ധുൻമേ മസ്തുതേ, അവർക്ക് തോന്നിയതുപോലെ അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ മരത്തിൽ കയറുകയോ അവിടെ മൊത്തം തുള്ളിച്ചാടുകയോ ഓടിക്കളിക്കുകയോ ഒക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയായിരുന്നു. തബി ഉൻകെ കാനോമേ ഏക്ക് കർക്കശ് ആവാസ് പടി, ആ ടൈമിലാണ് എന്ത് സംഭവിച്ചത്? ഉൻകെ കാനോമേ, കാൻ്റെ മീനിങ് ഇയർ. അപ്പോൾ അവരുടെ ചെവിയിൽ എന്താണ് കേട്ടത്? ഏക്ക് കർക്കശ് ആവാസ്, ഒരു ഹാർഷായിട്ടുള്ളൊരു സൗണ്ട് കേട്ടു. കോൺ ഹോ തും സബ്, നിങ്ങളൊക്കെ ആരാണെന്ന് വളരെ ഹാർഷായിട്ടൊരു സൗണ്ട് കേട്ടു. ടെഹരോ, അവിടെ നിൽക്കൂ. ബച്ചോനെ ചൗങ്ക് കർ ദേഖ, കുട്ടികൾ ഞെട്ടലോടെ നോക്കി. അപ്പോൾ എന്താ കണ്ടത്? വിശാൽ ഡീൽ ഡൗൽ का एक आदमी हाथ में मोटा सा डंडा लेकर उनकी ओर दौड़ा आ रहा है, വളരെ പൊക്കവും വണ്ണവുമുള്ള ഒരു മനുഷ്യൻ കയ്യിലൊരു വടിയുമായിട്ട്, മോട്ടാസ ഡണ്ട, വണ്ണമുള്ള വടിയുമായിട്ട് അവരുടെ അടുത്തേക്ക് വരികയായിരുന്നു. സബ് ബच्चे ഭയഭീത് ഹോക്കർ ഭാഗ് ഖടേ ഹുയെ, എല്ലാ കുട്ടികളും പേടിച്ചരണ്ട് ഓടി. വഹ ആദ്മി ഉസ് ബഗീച്ചെ കാ മാലിക് ഥ, ആ മനുഷ്യനായിരുന്നു ആ ഗാർഡൻ്റെ ഓണർ. उस आदमी ने शीघ्र ही बगीचे के चारों ओर एक पक्की दीवार बनवा दी जिससे बच्चे
ചേമേ ന ആ സക്കെ. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ, ശീഘ്ര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ തോട്ടത്തിൻ്റെ 4 ചുറ്റും, അതായത് ചുറ്റുപാടും ഏക്ക് പക്കി ദീവാർ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാള് നിർമ്മിച്ചു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ജിസ്സേ ബച്ചേ ബഗീച്ചേമേ ന ആ സക്കെ. അപ്പോൾ കുട്ടികൾ ഇനി ആ തോട്ടത്തിലോട്ട് കയറാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അയാളത് ചെയ്തത്. ഉസ്നെ ബഗീച്ചയ്ക്ക് ഫാട്ടക് പർ ലിഖ്വാ ദിയ അന്തർ ആന മനാ ഹെ. അബ് വ ആദ്മി അക്കേലെ ഹി അപ്നെ ബഗീച്ചേ മേം ഘൂമാ കർത്താ ഥ. അയാൾ ആ തോട്ടത്തിൻ്റെ ഗേറ്റിൽ എഴുതി വെപ്പിച്ചു, എന്താണ്? അന്തർ ആന മനാ ഹെ, അകത്തേക്ക് പ്രവേശനമില്ല, നോ എൻട്രി എന്നെഴുതി വെച്ചു. അബ് വ ആദ്മി അക്കേലെ ഹി അപ്നെ ബഗീച്ചേ മേ ഘൂമാ കർത്താ ഥ. ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ആ തോട്ടമൊക്കെ നോക്കി നടന്നിരുന്നു. അതായത് ആ തോട്ടത്തിലിപ്പോൾ കുട്ടികൾക്ക് പ്രവേശനമില്ല, കുട്ടികൾ വരാറില്ല. ആ തോട്ടത്തിൻ്റെ ഓണർ മാത്രമാണ് ആ തോട്ടം മൊത്തവും നടന്ന് കാണുന്നത്. ഏക് സാൽ ബാദ് വസന്ത ഋതുവായി. ഒരു വർഷത്തിന് ശേഷം സ്പ്രിംഗ് സീസൺ വന്നു. സബ്കെ ബഗീച്ചേമേം ഫൽ ഫൂൽ ലഗി. എല്ലാ ആൾക്കാരുടെ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായി. പർ ഉസ്കെ ബഗീച്ചേമേം വീരാനി ഛായി രഹി. പക്ഷേ അയാളുടെ ആ ഗാർഡനിൽ മാത്രം ഫ്ലവറോ ഫ്രൂട്ട്സോ ഒന്നുമില്ലാതെ ശൂന്യമായി കിടന്നു. അതായത് എല്ലാവരുടെ തോട്ടങ്ങളും നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഇയാളുടെ തോട്ടം ശൂന്യമായി കിടന്നു. ഒന്നും ഒരു വ്യത്യാസവും വന്നില്ലായിരുന്നു. ഒരു ഫ്രൂട്ട്സോ ഒരു ഫ്ലവറോ പോലും ഇല്ലായിരുന്നു. നാത്തോ ചിടിയോं की चहचहाहट सुनाई पड़ी, ना ही भंवरों का गुंजार और ना ही आड़ू के पेड़ों में फूल लगे. അപ്പോൾ ഈ വീരാനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേക്കുകയാണ്. എന്തൊക്കെയാണ്? നാത്തോ ചിടിയോं की चहचहाहट सुनाई पड़ी. പക്ഷികളുടെ ആ സ്വരം അവിടെ കേട്ടില്ല. ഭവരോं का गुंजार, അതായത് വണ്ടുകളുടെ മൂളിപ്പാട്ടും അവിടെ കേട്ടില്ല. പീച്ച് മരങ്ങളിൽ പൂക്കളും ഉണ്ടായില്ല. അപ്പോൾ പീച്ച് മരത്തിൽ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ പക്ഷികളും വണ്ടുകളുമൊക്കെ വരികയുള്ളൂ. അഗലെ സാൽ ഭി ഉസ് ആദ്മി കെ ബഗീച്ചേ മേ ബഹാർ നഹി ആയി. അടുത്ത വർഷവും ആ മനുഷ്യൻ്റെ ആ ഗാർഡനിൽ ബഹാർ എന്ന് പറഞ്ഞാൽ വസന്ത ഋതു തന്നെയാണ് ബഹാർ. അതായത് സ്പ്രിംഗ് വന്നില്ല, സ്പ്രിംഗ് സീസൺ ഉണ്ടായില്ല. अगली वसंत के आगमन के ठीक पहले एक दिन बहुत ज़ोर से पानी बरसा और दीवार का कुछ हिस्सा टूटकर गिर गया. അടുത്ത വസന്തകാലത്തിൻ്റെ തൊട്ട് മുന്നേ, ठीक पहले എന്ന് വെച്ചാൽ തൊട്ട് മുന്നേ എന്ത് സംഭവിച്ചു? ഏക് ദിൻ ബഹുത് സോർ സേ പാനി ബർസ. ഒരു ദിവസം വളരെ ശക്തമായി മഴ പെയ്തു. ദീവാർ കാ കുച്ച് ഹിസ്സ ടൂട്ട് കർ ഗിർ ഗയ. അപ്പോൾ അങ്ങനെ കഠിനമായ മഴ പെയ്തപ്പോൾ മതിലിൻ്റെ ഒരു സൈഡ് പൊട്ടിപ്പോയി. ടൂട്ടി ദീവാർ ദേഖക്കർ സബ് ബച്ചേ ബഹുത് പ്രസന്ന ഹുയെ. ആ പൊട്ടിയ മതിൽ കണ്ടപ്പോൾ, ആ വാള് കണ്ടപ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം തോന്നി. വേ ചുപ്കെ സെ ബഗീച്ചെ മേ ഘുസെ ഓർ മസേ സെ ഖേൽനെ കൂദ്നെ ലഗെ. അവർ മിണ്ടാതെ പതുക്കെ പതുക്കെ സൗണ്ട് ഉണ്ടാക്കാതെ ആ തോട്ടത്തിലേക്ക് കയറുകയും നല്ല സന്തോഷത്തോടെ കളിക്കുകയും ചെയ്തു. വഹ ആദ്മി അപ്നെ കമരേ മേ ഉദാസ് ലേട്ടാ ഥ. ആ ഗാർഡൻ്റെ ഓണർ, ആ മനുഷ്യൻ തൻ്റെ മുറിയിൽ വളരെ ദുഃഖത്തോടെ, ഉദാസ് എന്ന് വെച്ചാൽ സാഡ്, വളരെ ദുഃഖത്തോടെ കിടക്കുകയായിരുന്നു. അച്ചാനക് ഉസേ ബച്ചോं की खिलखिलाहट सुनाई दी. പെട്ടെന്ന് അയാൾ കുട്ടികളുടെ സൗണ്ട് കേട്ടു. ഉസ്നെ ഖിഡ്കി സേ ഝാങ്കർ ദേഖ. അയാൾ ആ വിൻഡോയിലൂടെ എത്തി നോക്കി. ഉസ്കി ആഖേ ഭട്ടി കി ഭട്ടി രഹ്. അയാളുടെ കണ്ണുകൾ ഇങ്ങനെ ഓപ്പണായി തന്നെ ഇരുന്നു പോയി. എന്ത് സംഭവിച്ചു? ഉസ്കാ ബഗീച്ച ഫൂലോം ഓർ ഫലോം സേ ഭരാ ഹുവാ ഥ. അയാളുടെ ഗാർഡൻ മുഴുവനും പൂക്കളും പഴങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അത് കണ്ട് അതിശയം തോന്നിയത് കൊണ്ടാണ് അയാളുടെ കണ്ണ് അടയ്ക്കാൻ പറ്റാതെ തന്നെ ഓപ്പണായി പോയി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹ് ദൃശ്യ ദേഖിക്കർ വഹു ബഹുത് ഖുഷ് ഹുവ. ആ കാഴ്ച കണ്ടിട്ട്, തൻ്റെ ഗാർഡൻ മുഴുവനും പൂക്കളും
പഴങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് അയാൾ എന്ത് ചെയ്തു? വളരെയധികം സന്തോഷിച്ചു. ഉസേ അപ്നി ഭൂൽ കാ എഹ്സാസ് ഹുവ, തൻ്റെ തെറ്റ് അയാൾക്ക് മനസ്സിലായി. ദീവാർ ബന്നെ സെ ബച്ചോं का ബഗീച്ചെ में ആന ബന്ദ് ഹോ ഗയാ था, അവിടെ വാള് കെട്ടിയത് കാരണം കുട്ടികൾക്ക് തോട്ടത്തിലേക്ക്, ഗാർഡനിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഇസിലിയെ ഋതുരാജ് വസന്ത് ഭി ഉസുസെ നാരാസ് ഹോ ഗയാ था, അതുകൊണ്ട് ഋതുരാജാവായ വസന്തവും സ്പ്രിംഗ് സീസണും ആ ഗാർഡൻ്റെ ഓണറിനോട് ദേഷ്യം തോന്നുകയും അങ്ങോട്ട് വരാതിരിക്കുകയും ചെയ്തു. വഹ ആദ്മി ഉഠാ ഓർ ബച്ചോं के साथ खेलने लगा, ആ മനുഷ്യൻ എണീറ്റ് കുട്ടികളോടൊപ്പം കളിക്കുവാൻ തുടങ്ങി. ഉസ്നെ ബച്ചി ഹുയി ദീവാർ കോ ഭി അപ്നെ ഹാഥോ സെ ഗിരാ ദിയ, ബാക്കി വാളും അയാൾ എന്ത് ചെയ്തു? തൻ്റെ കൈകൾ കൊണ്ട് ഒളിച്ചു കളഞ്ഞു. ജിസ്സെ ഉസ്കെ ബഗീച്ചെ മേ ബച്ചോं की ഹസി ഹമേഷ ഗൂഞ്ചത്തി രഹെ, അത് കാരണം അയാളുടെ തോട്ടത്തിൽ എപ്പോഴും കുട്ടികളുടെ ചിരിയും കളിയുമൊക്കെ ഇങ്ങനെ മുഴങ്ങി കേൾക്കാമായിരുന്നു. ഓർ ബഗീച്ച ഫൽ ഫുലോ സെ സദാ ഭരാ രഹെ, അങ്ങനെ അയാളുടെ തോട്ടം എല്ലായ്പ്പോഴും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.